ഞാൻ ആളാരാന്നറിയാൻ വേണ്ടി വിളിച്ചതാ. കേറിക്കോളൂ. ഇത് ഏത് ഭാഷ? എന്താ ഇത്? വെൽക്കം. വെൽക്കോ? ഇത് മെൽക്കോ ആണ്. ഓഹോ, അങ്ങനെയും വായിക്കാമോ? നിങ്ങൾക്ക് ഇവിടെ പന്തൽ കെട്ടാൻ വന്നതോ അതോ സർക്കസ് കളിക്കാൻ വന്നതോ? ഇങ്ങനെയുള്ളവന്മാരുടെ ശല്യം കൊണ്ടാ ചിലരൊക്കെ കല്യാണം ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റി വെക്കുന്നത്. എന്ത് പണിക്ക് വന്നവരായിക്കോട്ടെ, പന്തൽ പണിക്ക് വന്നവരായാലും ശരി, പട്ടി പഠിക്കാൻ വന്നവരായാലും ശരി, ചെയ്യുന്ന പണി വെടിപ്പായിട്ട് ചെയ്യണം. മനസ്സും കരങ്ങളും ഒരേ സ്ഥലത്ത് നിലനിർത്തണം. എന്നല്ലേ പ്രമാണം വല്യപ്പ? എന്താ ശരിയല്ല മാവ? ശരിയല്ലെന്ന്. എടോ ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? ശരിയാ ശരിയാ ശരി. പിന്നെന്താ പ്രശ്നം? ഏതാ ചെറുപ്പക്കാരൻ? അയ്യോ, മുഴുവൻ കുടിക്കാൻ പോവാ. എല്ലാവർക്കും കൊടുക്കണ്ടേ? മോളുടെ കയ്യിൽ ഇതാരാ തന്നുവിട്ടത്? ഇതൊക്കെ താഴ്ത്തു വീണ് പൊട്ടില്ലേ? മാമൻ കൊടുത്തോളാം കേട്ടോ. അയ്യേ, മാമൻ കൊടുക്കാന്നോ? മാമോ അല്ല, മാമൻ. അങ്കിൾ അങ്കിൾ. എടോ ഇതൊന്ന് കേറ്റി. താങ്ക് യു. അത് കേറ്റാനല്ല, ഈ ബാഗ് ഒന്ന് കേറ്റാൻ. ഇനി ഇതെടുത്ത് കുടിച്ചേ. ഏയ്, ഒരാൾ കുടിച്ചതിന്റെ ബാക്കി ഞാൻ കുടിക്കില്ല. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. പിന്നെ കണ്ട തെണ്ടികളുടെ വേസ്റ്റ് കുടിക്കാൻ പോലെ. ഇവൻ പിടിച്ചേ. എന്താ ഇത്ര വൈകിയേ? വൈകിയെന്നോ? കല്യാണത്തിന് തലേന്നെത്തിട്ട് അവളുടെ ഒരു പരാതി കേട്ടില്ലേ? ഇത്തിരി തണുത്തത് കഴിച്ചിട്ടാവാം ചൂടുള്ള വിശേഷങ്ങൾ. ആന്റി, അങ്കിൾ. നിക്കടാ, നിക്ക്. പ്ലീസ്. എന്താ ഇത്? ആരാത്? അഹമ്മതി കാണിച്ചിട്ട് ഇന്ന് ചിരിക്ക. സോറി. എന്ത് സോറി? കുട്ടികളായാൽ കുറച്ച് അടക്കൊതുക്കൊക്കെ വേണം. എനിക്കതിന് കുട്ടികളായിട്ടില്ലല്ലോ. അതല്ല, പെൺകുട്ടികളായാലും ഇതുപോലെ ലോറി പായണ പോലെ കിടന്ന് പായാൻ പാടില്ല. അതിന് ഞാൻ സോറി പറഞ്ഞില്ലേ? എന്ത് തോന്നിയ കാണിച്ചിട്ട് സോറിയോ? സായിപ്പന്മാർ ഒരു വാക്ക് കണ്ടുപിടിച്ചു സോറി സോറി സോറി. പിന്നെ ഞാൻ എന്താ വേണ്ടേ? ഈയുടെ കാല് പിടിച്ച് കരയണോ? അത് ശരി. ആരാ ഇവിടെ സിമ്പിൾ അടിച്ച് കഥാപ്രസംഗം ഉണ്ടോ? സിമ്പിളൊന്നുമല്ല, തലലിശയിൽ പത്രം വീണതാ. മണ്ട അലങ്കരിക്കാൻ പോയപ്പോ. മണ്ടയല്ല, മണ്ഡപം മണ്ഡപം. മണ്ഡപം അലങ്കരിക്കാൻ കൊണ്ട് പൂക്കളാണ് ഈ കുട്ടി നശിപ്പിച്ചത്. എന്ത് നശിപ്പിച്ചു? അതെല്ലാം പെറുക്കി എടുത്താ പോരെ? ഓഹോ, അങ്ങനെയാണോ? എന്നാ പെറുക്കി പെറുക്കി എടുക്കൂ കുട്ടി. അല്ല, നീ ഏതായി കുട്ടി? ഏതായി കുട്ടി? ഈ കുട്ടി ഇവിടത്തെ കുട്ടി, ഗൗരി കുട്ടി, കല്യാണ പെണ്ണേളായ കുട്ടി. ഓഹോ, കണ്ട മൂത്തതാ. കല്യാണ പെണ്ണാവാതിരുന്ന ഭാഗ്യം, അല്ലെങ്കിൽ കിട്ടുന്നവൻ പണ്ടാറടങ്ങി പോയനെ. വേഗം പെറുക്കി പെറുക്കി എടുത്തോണ്ട് വാ കുട്ടി. ഇയാൾ ആരാ? അയ്യോ, എല്ലാം മനസ്സിലായില്ലേ? ഞാൻ ഇവിടുത്തെ കാര്യസ്ഥൻ UPP മേനോ. അതല്ല, അയാൾ ആരാ? അതല്ലേ കല്യാണരാമൻ. സദ്യവട്ടങ്ങൾ ഒരുക്കാൻ ഇവരെ കഴിഞ്ഞിട്ടേ നാട്ടിൽ വേറെ ആളുള്ളൂ. അത്രയ്ക്ക് കേമുമാ അവരുടെ സദ്യ. തിരുവിതാംകൂർ മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് പുട്ടിൻകടലയും അല്ല പട്ടുംവളയും വാങ്ങിച്ചിട്ടുള്ള കുടുംബക്കാരവര്, അറിയാവോ? അപ്പൊ പാചകത്തിന് വന്നിരിക്കുന്ന ആളാ? അതെ. ഇയാള് ശൗന്തളയ്ക്ക് പഠിക്കുക? കാലുമ്പ ഗർഭം കൊണ്ടോ? ഇങ്ങോട്ട് മാറേ. ഒരു കാര്യം പറഞ്ഞ സമയത്ത് ചെയ്യരുത്. മനുഷ്യന് ജീവിതത്തിൽ ഉയർച്ചുണ്ടാവണമെങ്കിൽ കല്ലിലും മുള്ളിലും തോണി ഗർഭവനമുണ്ടാ? പോടോ. അതെ, എന്താ ഇവിടെ പാചകത്തിന് വന്നിരിക്കുന്ന ആളല്ലേ? അതിന് എന്നിട്ട് എത്ര വാചകം? ഇയാള് കലവറയിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാ മതി. കല്യാണ വീട്ടിലെ കാര്യസ്ഥനാവാൻ നോക്കണ്ട. ഇവിടെയുള്ള പെൺകുട്ടികളെ ഭരിക്കാനും വരണ്ട. മനസ്സിലായോ? അമ്മയോ? ഇവിടെ പറഞ്ഞ ഈ തെക്കേടത്ത് രാമൻകുട്ടി ഒരു കല്യാണം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ഭംഗിയാക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അല്ലാതെ ഇവിടെ ഉണ്ടാക്കുന്ന സദ്യ മാത്രം ഗംഭീരായ പോരാ. ഇയാളെ കല്യാണം മൊത്തത്തിലും കോൺട്രാക്ട് എടുത്തിരിക്കുക. എന്താ സംശയം? പന്തല കസേര മേശ അലങ്കാര പണികൾ, ഇലൂമിനേഷൻ, ലൈറ്റ് ആൻഡ് സൗണ്ട് വിത്ത് ജനറേറ്റർ, ചെമ്പ്, വാർപ്പ്, ഉരുളി, മറ്റു പാത്രങ്ങൾ ഉൾപ്പെടെ 18 തരം കറികളും 2 പായസം അടങ്ങുന്ന ഗംഭീര സദ്യയും. തെക്കേടത്ത് ട്രാവൽസിൽ നിന്ന് ഈ കല്യാണത്തിന് വേണ്ടി ഓടാൻ തയ്യാറായി നിൽക്കുന്ന 7ഓളം കാറുകൾ. പിന്നെ തന്റെ ഫാദർ തമ്പി സാർ പറഞ്ഞിരിക്കുന്ന ഈ കല്യാണം ഗംഭീരാക്കി കൊടുക്കണമെന്നാണ്. മനസ്സിലായോ? എന്താ രാമൻകുട്ടി, നിന്റെ അച്ചുവേട്ടനെയും പണിക്കാരെ ഇതുവരെ കണ്ടില്ലല്ലോ. അച്ചുവേട്ടൻ ഇന്നേ വരെ ലേറ്റ് ആയ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? തമ്പി സാർ ടെൻഷൻ ആവാതിരിക്കുക, അവര് കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തും. മോളറിയില്ലേ രാമൻകുട്ടിയെ? ഇവരെ വെറും പാചകക്കാരായിട്ട് കാണരുത്. തെക്കേടത്തുകാരെന്ന് പറഞ്ഞാൽ വലിയ തറവാട്ടുകാരാ. ഇവർക്കിവിടെ ഒന്നിനും ഒരു കുറവുണ്ടാകരുത്. കുട്ടികളോട് അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം സാർ? ഇവിടെ വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ അങ്ങോട്ട് ചെയ്തു. സാർ സാറിന്റെ കാര്യങ്ങൾ നോക്കും. അല്ല, ബാങ്ക് ലോക്കറിന്ന് ആഭരണങ്ങൾ എടുത്തോ? നാളെ ഞായറാഴ്ച. ഞാനതങ്ങ് മറന്നു. ഉറപ്പിച്ച നന്നായി. കണ്ട, ഈ മറവി ഏത് കല്യാണ വീട്ടിലും പതിവാ. ഈ കുരുന്ന പ്രായത്തിനിടയിൽ 10-300 കല്യാണം നടത്തിയിട്ടുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ രാമൻകുട്ടി ഇങ്ങനെ പലതും പറയും, ഓർമ്മപ്പെടുത്തും. പക്ഷെ അതിനെ എങ്ങനെ പാചകക്കാരന്റെ വാചകം എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കരുത്.
അതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യാതെ അകത്ത് പോയി തടിയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്ക്. ഇങ്ങോട്ട് പോരട്ടെ ആവശ്യം. അച്ഛേ ഞാൻ എപ്പോഴാ ഇറങ്ങണ്ടേ? മുത്തച്ഛൻ അവിടെ ഇരുന്നോ, രാമൻകുട്ടി എവിടെ? ആ, പന്ത്രണ്ട് പണിയൊക്കെ തീർന്നോ? ഇത്തിരി അലങ്കോലപ്പണി മാത്രം ബാക്കിയുണ്ട്. അലങ്കോലപ്പണിയോ? അലങ്കാരപ്പണി എന്നാണ് അവൻ ഉദ്ദേശിച്ചത്. അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. കൊളാക്കി. വാ വാ വാ. അച്ചു എത്തിയോ? സദ്യ ഒക്കെ നമുക്ക് കേമാക്കണം കേട്ടോ. പിന്നെന്താ? അടുപ്പ് കൂട്ടലൊക്കെ ദേ ആ ഭാഗത്തായിക്കോട്ടെ. ശരി. ആ മേനോനെ, ഓ, ഓ. എയർപോർട്ടിലേക്ക് വണ്ടി വിട്ടോ? വിട്ടോ? വിട്ടില്ലല്ലേ? വിടാം. എന്താ ഈ കാണിക്കണേ? വൈകി അങ്ങ് മാറിക്ക്. പൊങ്ങണില്ല ചേട്ടാ. പൊങ്ങണില്ല എന്നുള്ളത് ഇങ്ങനെ വിളിച്ചു പറയണ്ട. എല്ലാവരും കേട്ടാ എന്താ വിചാരിക്കുക? വെറുതെ അല്ല ഈ പണ്ടാറിന്റെ അകത്തിരിക്കുക. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ? താ കേൾക്കണത് എങ്ങനെയാ? ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. ആ പിന്നാമ്പറത്തിരുന്ന് ഉരുളി കയറ്റിയുണ്ടോ ചേട്ടാ? ആ, എന്നാലും വണ്ടി നിറക്കുമ്പോ എല്ലാം നോക്കിയേക്ക്. മുത്തശ്ശനെ കയറ്റിയുണ്ടോ? വണ്ടി നിറങ്ങാൻ വിളി തുടങ്ങിയിട്ടുണ്ട്. ചെല്. അൻപരുക്ക് അൻപനെ ആടുപട്ടൈ വീടുടയായി വാ വാ വാ. സൂക്ഷിച്ച് ഇൻപമൊഴിയിലേതവാനി വാ വാ വാ. എന്ത് തല്ലിപ്പിളി പാട്ട്. മുത്തച്ഛനോടൊരു കാര്യം പറഞ്ഞേക്കാം. കുരുത്തക്കേടൊന്നും ഒപ്പിക്കാതെ കലവറയുടെ അവിടെ എവിടെയെങ്കിലും അടങ്ങി അതെ, ഒതുങ്ങി കല്യാണ വീടാണ്. തൈക്കളവുമാരായ മുത്തച്ഛിമാര് കാണും. ലൈൻ എടുക്കാൻ നിൽക്കണം. ഓ, അയ്യോ ഇതെന്തോ പറ്റി? ഇതിനെവിടെ കൊണ്ടുപോവാ? സാമ്പാറിനിടാൻ കൊണ്ടുപോവാണ്. മുരിങ്ങാക്കോലിന് ബാൻഡേജ് പീഡിച്ചിട്ട്. മുരുകക്കോലൊക്കെ ഈ പരുവായോ? എന്താ ടയേർഡായാ? എന്നാ നീ എന്റെ പുറത്ത് കയറിക്കടാ. അപ്പൊ മുത്തച്ഛന മുത്തച്ഛൻ നിന്റെ മുഖത്തിലിരിക്കണത്. അതിന്റെ വെയിറ്റ് എനിക്ക് വരില്ലല്ലോ. നീ കയറിക്കടാ. ഒന്ന് പോയേ. എങ്ങോട്ടാ? വിക്രമാദിത്യനും വേതാളം കൂടെ. എടാ നിന്നെ വേതാളെന്ന് വിളിക്കുന്നു. മിണ്ടാതിരി, ഞാൻ കൊണ്ടുപോയി അടുപ്പിൽ വെക്കിട്ടോ. ഇവിടെ പ്രതിഷ്ഠിക്കൂ. കൊടയല്ലേ, പുരാവസ്തുവാ. ഒരു തൈ ഇരിപ്പുണ്ടല്ലോ. തൈയെങ്കി തൈ. തൈപ്പൂയക്കാവരിയാട്ടം തയ്യാ. I am Padlal. Your sweet name, please? ഭവാനി. ഭവാനി, ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. പോയെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഭവാനി ആ കുലകൾക്കിടയിലേക്ക് വരുമോ? മൗനം സമ്മതം. ആരെവിടെ പടക്കം പൊട്ടിച്ചത്? അവൻ ആ പെൺകുട്ടിയോട് എന്തോ വൃത്തിയായിട്ട് കാണിച്ചാ. അയ്യോ ഞാനല്ല, ഈ മുത്തച്ഛന് ആ മസാല ദോശ എന്തോ ചെയ്തു. മസാല ദോശ? മദാൽ ദസ. മദാലസ. മദാസല. മുത്തശ്ശന് ഇത് എന്തിന്റെ കട? വയസ്സാം കാലത്ത് പെമ്പിളരെ കാണുമ്പോ എന്താ ഒരു ഇളക്കം? എടാ നിന്റെ മുത്തശ്ശിയിലൂടെ ഒരു വർഷത്തോടാ ഞാൻ ജീവിച്ചുള്ളൂ. ചിലപ്പോ അതിന്റെ ഈ മണവാട്ടിപ്പെണ്ണ എവിടെ ഇരിക്കുന്നത്? ഞങ്ങളിവിടെ പാചകത്തിന് വന്നവരാ. എന്നാലും ഞങ്ങളുടെ ഒരു ചെറിയ സമ്മാനം കൊടുക്കാനാ. എവിടെ ഇരിക്കുന്നു? അങ്ങോട്ട് തന്നെ കൊടുത്തോളൂ. ഇത് തന്നെ മണവാട്ടി. അത് ശരി. അപ്പൊ നാണിച്ചിട്ടാണ്ടായിരുന്നല്ലേ? നാണിച്ചിട്ടല്ല, അതിന് സംസാരിക്കാനുള്ള കഴിവില്ല. കഷ്ടം. സംസാരിക്കാൻ കഴിയാത്ത അന്ധയാണെന്ന് കണ്ടാ പറയൂലല്ലേ. അവിടെ അടുപ്പിൽ തീ കൊടുത്താറായി. നീ എവിടെയല്ലേ? ഓ, അച്ചു, അച്ചുവിന് എന്റെ മോളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതാണ് മണവാട്ടി പെണ്ണ്, എന്റെ പൊന്നു മോള്. നിന്റെ എല്ലാ അനുഗ്രഹവും ഇവർക്കുണ്ടാകണം. അതങ്ങ് കൊടുക്കും മോളെ. എന്താ ഇത്? നന്നായി വരും, നന്നായി വരും. ഈശ്വര, ഇത്തവണ സാമ്പാർ ശരിയാവണേ. സൂക്ഷിച്ച് പിറകു താഴെ. എന്റെ മുത്തശ്ശനടുത്ത സദ്യക്കുണ്ടാവണേ. ഈശ്വര, ഒരാപത്തും വരുത്തല്ലേ. കൊണ്ടുപോയി ഉടക്കി. ഇതിലേതാണ് കല്ല്? നാറിയല്ല, പ്യാരി. എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത്? അതെ, ഞാൻ തേങ്ങ കൊടുത്തപ്പോഴേ ഒരു പീസ് വെള്ളത്തിൽ പോയതാണ്. ആഹാ. കൈപ്പുണ്യം ഉണ്ടാവണേ. തേങ്ങയ്ക്ക് ഗ്രിപ്പ് കിട്ടണേ.
ആഹാ ഇതിനകത്ത് ചെരവയായിരുന്നു. മുതുമുത്തച്ഛന്മാരായിട്ട് ഉപയോഗിച്ചിരുന്ന ചെലവയാ. ഞങ്ങൾ ഇതിന്നെ തുടങ്ങാറുള്ളൂ വിഘ്നേശ്വര. ഇന്നാ പൂഞ്ഞിക്കര. ആ കൊള്ളാം. അല്ലെങ്കിലും ഗുരുഭക്തി നല്ലതാ. ഗുരുഭക്തിയൊന്നുമല്ല, ഗണപതിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ തുടങ്ങാൻ. തടസ്സങ്ങളില്ലാണ്ട് പോണല്ലോ. തടസ്സങ്ങളില്ലാണ്ട് തന്നെ പോണത്. 2 ദിവസമായിട്ട് ലൂസ് മോഷനാ. എന്നേ ചിരട്ടം കൂടി വിഴുങ്ങിക്കോളൂ, അറിഞ്ഞോളും. അവിടെ വീൽ ചെയറിൽ ഒരു സാധനത്തിനെ കൊണ്ടിരുത്തിയിട്ടില്ലേ, അതിന് കൊണ്ട് കൊടുക്ക്. ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ആയുധം വെച്ചിട്ടുള്ള കളിയാ, അറിയോ? ആയുധം വെച്ച് കളിക്കാൻ ഇയാൾ ആരോ മത്സരം.